കൂട്ടുകാരെ, നമ്മളിന്നൊരു ഒഴിച്ചുകറി വെക്കാൻ പോവുകയാണ്. ചക്കക്കുരു, തക്കാളിക്ക, മുരിങ്ങയ്ക്ക, പച്ചമുളക് വെച്ച് നമ്മളൊരു ഒഴിച്ചുകറി വെക്കാൻ പോവുകയാണ്. ചക്കക്കുരു, തക്കാളിക്ക, പച്ചമുളക്, മുരിങ്ങയ്ക്ക ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടുപ്പിലേക്ക് വേവിക്കാൻ വെക്കാം. ഇത് കുറച്ച് സമയം അടുപ്പിൽ നിന്ന് വേകണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ തിരികിയത്, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി. ഇത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം നമുക്ക്. ആ സമയം കൊണ്ട് ചക്കക്കുരുവും തക്കാളിക്കയും അടുപ്പിൽ നിന്ന് വേകട്ടെ. ചക്കക്കുരുവും മുരിങ്ങയ്ക്കയൊക്കെ നന്നായി വേകണം. വെന്തോണ്ടിരിക്കുകയാണ്. നല്ല തിള വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. ഏകദേശം റെഡിയായിട്ടുണ്ട്. ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും തക്കാളിക്കയും എല്ലാം നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. വേണമെങ്കിൽ ലേശം വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. തിളയ്ക്കാൻ വേണ്ടി വീണ്ടും അടച്ചു വെക്കാം. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് വറുത്ത് താളിക്കാം. അടുപ്പിൽ വെച്ച് അതിലേക്ക് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായി അരിഞ്ഞത് എടുക്കാം. ചെറിയ ഉള്ളി ചേർക്കാം. കറിവേപ്പില ഇടാം. ഒരുപാട് തീയിട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോയി ചാൻസുണ്ട്. ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്ക് സ്വാദിഷ്ടമായ ചക്കക്കുരു ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.